ഒരു തട്ടിപ്പ് പാളിപ്പോയതിന്റെ കഥയിലേക്കാണ്. എറണാകുളം വൈറ്റിലയിൽ ലോട്ടറി തൊഴിലാളിയെ വീണ്ടും കബളിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി പിടിയിലായി. ബംഗളൂർ സ്വദേശിയും വികലാംഗനുമായ ശങ്കർ മഹാദേവനെ സമ്മാനാർഹമായ നമ്പറിന് സമാനമായ വ്യാജ ലോട്ടറി ടിക്കറ്റ് നൽകി മുൻപ് കബളിപ്പിച്ച അതേ ആൾ തന്നെയാണ് വീണ്ടും തട്ടിപ്പ് നടത്താൻ എത്തിയത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ സുധാകരനെ അതിവിദഗ്ധമായാണ് ശങ്കറും സുഹൃത്തും ചേർന്ന് പിടികൂടി മരട് പോലീസിന് കൈമാറിയത്. എങ്ങനെയാണെന്ന് കണ്ടുവരാം. ടിക്കറ്റ് കൊടുത്ത ആള് 7069 നമ്പർ അവിടെ നിന്നുണ്ട്. അപ്പോൾ 2000 അടി ഉണ്ടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പക്ഷേ പ്രൈസ് ഇല്ല, നമ്പർ മാത്രം ഒട്ടിച്ചിട്ടുണ്ട്. ഈ നമ്പർ കഴിഞ്ഞ ഏപ്രിൽ 10 നടന്ന സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ ഇതേ തട്ടിപ്പ് വീണ്ടും അയാൾ നടത്താനെത്തി. പക്ഷേ ശങ്കർ മഹാദേവൻ അയാളെ കൈയോടെ പിടികൂടി. നമുക്ക് ശങ്കറിനോട് ചോദിക്കാം എങ്ങനെയാണ് ആ കള്ളനെ പിടിച്ചതെന്ന്. അന്ന് ഏകദേശം എത്ര രൂപ തട്ടിയെടുത്തായിരുന്നു? 2000 രൂപ. ഇന്നിപ്പോൾ സമാനമായ രീതിയിൽ അയാൾ തന്നെയാണല്ലേ വന്നത്? അതെങ്ങനെ അയാളാണെന്ന് മനസ്സിലായത്? ഇവിടെ വന്ന് ഓട്ടോയിൽ ഇറങ്ങി, ഓട്ടോക്കാരന് പെട്ടെന്ന് പോയി. പിന്നെ അയാൾ അങ്ങോട്ട് വന്ന് ഞാൻ അവിടെ ഇരുന്നു. ഇന്നത്തെ ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചതാ. ടിക്കറ്റ് ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് 4 ടിക്കറ്റ് എടുത്ത് 500 രൂപ പൈസ തന്നെ, ബാക്കി 300 രൂപ പൈസ ഞാൻ തിരിച്ചു കൊടുത്ത്. പിന്നെ മറ്റേ ടിക്കറ്റ് ഉണ്ടോ നോക്കാൻ പറ്റുവാണ് പറഞ്ഞത്. അപ്പോൾ പട്ടിക്കുന്ന ടിക്കറ്റ് 2 ടിക്കറ്റ് നോക്കിയാൽ പിന്നെ 2 ടിക്കറ്റ് കുഴപ്പമില്ല, പിന്നെ വേറെ 2 ഉണ്ടോ നോക്കാൻ പറ്റുവാണ്, അതാണ് നോക്കണം. അപ്പോൾ അതിൽ ഒട്ടിച്ചുണ്ട് നമ്പർ. അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി. അപ്പോൾ പിടിച്ച ആള് പിടിച്ച് ഈ രതീഷിനെ പിടിച്ചതാ. രതീഷ് പിടിച്ച് അപ്പോൾ പോലീസുകാർ വന്ന് പോലീസുകാർക്ക് കൊടുത്തു. അന്നത്തെ ആളാണെന്ന് എങ്ങനെ മനസ്സിലായത്? അവന് അന്നലെ ടോപ്പ് ഇട്ട് വന്നു, ഇന്ന് ടോപ്പ് ഇട്ട് വന്നില്ല. പക്ഷെ ടിക്കറ്റ് ഒട്ടിച്ചിട്ടുണ്ടല്ലേ, അതിലെ എനിക്ക് മനസ്സിലായി. അന്നത്തെ അതേ രീതിയിൽ ടിക്കറ്റ് ആണ്, അതേ രീതിയിലുള്ള ടിക്കറ്റ് പശ ഒട്ടി വെച്ചിട്ടുണ്ട്. ഇയാൾ എവിടുത്തുകാരനാണെന്ന് മനസ്സിലായോ? പാലക്കാട് ആളാണ് പറഞ്ഞത്. രതീഷ് എന്താണ്ടേ? ഞാൻ ഇവൻ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. ഇവനെ കഴിഞ്ഞ പ്രാവശ്യം വന്ന് പറ്റിച്ച ആളാന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഓടി ചെന്നപ്പോൾ ഇവന് കിട്ടിയത്. അവൻ്റെ ഇന്നും ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ ഇതേപോലെ തന്നെ തിരുത്തി കുറേ ടിക്കറ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുവരികയാണ്. എൻ്റെ കൂട്ടത്തിലൊരു ഓട്ടോക്കാരനും ഉണ്ട്. അയാൾ ഇവനെ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. അവന് പോയ കാശെങ്കിലും മേടിച്ചു കൊടുക്കാൻ നോക്കുക. ഈ കഷ്ടപ്പെട്ട് നടക്കാൻ വയ്യാത്തതും ചെയ്യുന്നതല്ലേ. കയ്യിൽ ഒരുപാട് ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു 150 ടിക്കറ്റ് ഉണ്ടാവും. അങ്ങനെ ഒട്ടിച്ച് പട്ടിക്കുന്ന ടിക്കറ്റ് ഭയങ്കരമുണ്ട്. അപ്പോൾ കൂടെ വന്ന ഓട്ടോക്കാരനും പങ്കുണ്ടാവും അല്ലേ? കൂടെ വന്ന ഓട്ടോക്കാരനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഓട്ടോ ദടിയാണ്. അയാൾ ഇവിടെ ഇറങ്ങി പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോയ ആൾ. പൈസ തന്നിട്ട് തിരികെ കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൈസ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടോ? ഇന്ന് ഒരു 5000 അടി ഉണ്ടായി. ആണോ? എത്ര ടിക്കറ്റ് എടുത്ത്? 12 സെയിം. ആണോ? അപ്പോൾ എന്തായാലും ഇന്ന് അടിയും കൂടിയുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുള്ള ദിവസം കൂടിയാ. സന്തോഷം. കള്ളനെ പിടിക്കാൻ പറ്റി. ഇന്ന് ലോട്ടറി അടിച്ചു. കള്ളനെ പിടിച്ച് ലോട്ടറി അടിച്ചു. എന്തായാലും ശങ്കർ മഹാദേവൻ അന്ന് വളരെ വലിയ സങ്കടത്തിലൊക്കെ ആയിരുന്നു. കാരണം വികലാംഗനാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ നടന്നാണ് ഇങ്ങനെ ലോട്ടറി ടിക്കറ്റ് വിൽക്കണം. അയാളെയാണ് മറ്റൊരാൾ വന്ന് പറ്റിക്കാൻ ശ്രമിച്ചത്. എന്തായാലും ഇന്ന് ശങ്കർ തന്നെ നേരിട്ട് ആ കള്ളനെ പിടികൂടി മരട് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. കള്ളനെ പിടിച്ചു ലോട്ടറിയും അടിച്ചു എന്ന് പറയുമ്പോൾ ആ മുഖത്തുള്ള ഒരു ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്യാം, കഷ്ടപ്പെട്ട ജോലിയെടുത്ത ഒരു കുടുംബത്തെ നോക്കുന്ന ഒരു മനുഷ്യനാണ്, നടക്കാൻ കഴിയാത്ത ആളാണ്. അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു എന്നതാണ്. എന്തായാലും ആ പ്രതിയെ പിടികൂടി, അതിൽ വലിയ സന്തോഷം. ശങ്കർ മഹാദേവൻ വികലാംഗനാണ്. അദ്ദേഹം ബാംഗ്ലൂർ സ്വദേശിയാണ്. ഈ ലോട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം. ഈ ഭാര്യയുണ്ട്, മക്കളും ഒക്കെ പഠിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വരുമാനത്തിലാണ്. പക്ഷേ ഇദ്ദേഹത്തെയാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ 10 ഒരാൾ വന്ന് ഓട്ടോയിലെത്തി ഇറങ്ങി ആ വൈറ്റില ജംഗ്ഷനിൽ വെച്ച് അടിക്കാത്ത വ്യാജ ടിക്കറ്റ് നൽകി പറ്റിച്ച് പോകുന്നത്. ഏകദേശം 2000 രൂപ അന്ന് ശങ്കർ മഹാദേവന് നഷ്ടമായി. അന്ന് നമ്മൾ തന്നെയാണ് ആ വാർത്ത കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം വീണ്ടും ഈ പ്രതിയെയൊന്നും പിടികൂടാൻ കഴിഞ്ഞൊന്നുമില്ല. പോലീസിൽ പരാതിയെ കൊടുത്തുവെങ്കിലും. പക്ഷേ ഇന്ന് ഇതേ ആൾ തന്നെ ശങ്കറിനെ പറ്റിക്കാനെത്തി. പക്ഷേ ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് ആദ്യം ടിക്കറ്റ്, സാധാരണ രീതിയിലുള്ള ടിക്കറ്റ് അടിച്ചു. 500 രൂപ അതിന് വാങ്ങി. അതിനുശേഷം പഴയ ടിക്കറ്റുണ്ട്, ആ ടിക്കറ്റ് തരട്ടെ, അത് തന്നു കഴിഞ്ഞാൽ
പ്രൈസ് ഉണ്ട്, അതൊന്ന് മാറിത്തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ശങ്കർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ നോക്കി, ഒരു സംശയം തോന്നി. ശങ്കർ ആ നമ്പറിലൊന്ന് ചുരണ്ടി നോക്കുകയാണ്. ചുരണ്ടി നോക്കിയപ്പോൾ ഇളകുന്നു. അങ്ങനെയാണ് ഇത് അന്ന് തന്നെ പറ്റിച്ച അതേ മാതൃകയാണെന്ന് മനസ്സിലാക്കി ഇയാളെ പിടികൂടുന്നത്. ശങ്കറിൻ്റെ കൂടെ ആ സമയത്ത് ശങ്കറിന് ഒരു സഹായിയായിട്ടൊക്കെയുള്ള രതീഷ് അവിടെ വൈറ്റിലയിൽ ചെരുപ്പും മറ്റും കാര്യങ്ങളൊക്കെ തുന്നാനും മറ്റുമൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ശങ്കറിന് അത്യാവശ്യം എല്ലാവിധ സഹായങ്ങളുമൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ രതീഷും ശങ്കറും കൂടി ചേർന്ന് ഇയാളെ പിടിക്കുകയാണ്. പിടിച്ചിട്ട് മരട് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ ഒട്ടനവധി വ്യാജ ടിക്കറ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. എന്തായാലും ഈ ശങ്കറിനെ പറ്റിച്ചയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം അത് ശങ്കറിന് തന്നെ കഴിഞ്ഞു. ശങ്കർ തന്നെ അത് കഴിഞ്ഞു എന്നുള്ളത് ശരിയാണ് ശ്യാം. ശങ്കറിന് തന്നെ ആ കള്ളനെ പിടികൂടാൻ കഴിഞ്ഞു എന്നതിന് ഇരട്ടി സന്തോഷം അല്ലേ. എന്തായാലും ഈ കള്ളന് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ.